ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ. എല്ലാവർക്കും നമസ്തേ. ഞാൻ ഷിജു ആചാരി പവനൂർ, വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ കർമാചാര്യനാണ്. വിശ്വകർമ്മ സനാതന ധർമ്മത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നടന്ന പഠനശിബിരത്തിൽ വെച്ച് കുലങ്കുഷമായിട്ട് പഠനാർത്ഥികളും അതേപോലെ തന്നെ ആചാര്യന്മാരും ചർച്ച ചെയ്യപ്പെടുകയും വിശ്വകർമ്മ സനാതന ധർമ്മം എന്ന് പറഞ്ഞത് BC 2000 തുടങ്ങി 2024 ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയാണ് എന്നുള്ളതാണ്. എന്താണ് വിശ്വകർമ്മ സനാതനധർമ്മം, അല്ലെങ്കിൽ ഈ വിശ്വകർമ്മ സനാതനധർമ്മത്തിൽ എന്തിൻ്റെയെല്ലാം കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്? നമുക്കറിയാം, വിശ്വകർമ്മ പരമ്പരയിലെ ഏറ്റവും വലിയ പരമാചാര്യനായിരിക്കുന്ന മയാചാര്യനും അതേപോലെ തന്നെ മനു ആചാര്യനും അതേപോലെ തന്നെ ഭൃഗു ആചാര്യനും ഒക്കെ തന്നെ തങ്ങളുടെ കാലഘട്ടങ്ങളിൽ നടത്തിയിരിക്കുന്ന ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അളവ് സമ്പ്രദായങ്ങളും പലതരത്തിലുള്ള മാനപ്രമാണങ്ങളും പലതരത്തിലുള്ള നിർമ്മിതി പ്രമാണങ്ങളും അതേപോലെ തന്നെ നഗരവാസ്തു, ക്ഷേത്രവാസ്തു, ക്ഷേത്രം എങ്ങനെ നിർമ്മിക്കണം, ക്ഷേത്രം ഏത് രീതിയിലൊക്കെ ആവണം, പ്രകൃതിയിൽ ഒരു ക്ഷേത്രത്തിന് പറ്റുന്ന സ്ഥലം ഏതാണ്, പ്രകൃതിയിൽ എവിടേക്കാണ് നമ്മുടെ മുഖം നിശ്ചയിക്കേണ്ടത്, അങ്ങനെ ഈ ഒരു സനാതന ധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുകയും ആ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതിയുടെ ഊർജ വ്യവസ്ഥകൾക്കനുസരിച്ച് കൊണ്ട് തന്നെ നിർമ്മിതികളും ആ നിർമ്മിതികൾക്കനുസരിച്ച് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിത രീതിയും, ഒരു മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണെന്നും ആ പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ആയാദി കാര്യങ്ങളും, അതായത് നമ്മുടെ ആയാദി എന്ന് പറഞ്ഞാൽ ത്രിമാന ഗുണങ്ങളാണ്. ത്രിമാന ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ത്രിമാന ഗുണങ്ങൾ സത്വ രജോ തമോ ഗുണങ്ങളാണ്. നമ്മുടെ ശക്തിയെ ത്രിമാന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ കാരകത്വങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ അളവ് സമ്പ്രദായങ്ങളിൽ നീളം, വീതി, ഉയരം എന്നുള്ളവയാണ്. അപ്പം ഈ രീതിയിൽ ഒരു ത്രിമാന രൂപങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉയർത്തിക്കാട്ടുകയും അങ്ങനെ ആ ത്രിമാന രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ സംസ്കൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജംബുദ്വീപിൽ, പഴയ കാലഘട്ടത്തിലുള്ള ഒരു ദ്വീപായിരിക്കുന്ന ജംബുദ്വീപിലാണ് ഈ ഒരു സംസ്കാരം, പ്രകൃതിക്ക് അനുയോജ്യമായി ജീവിക്കാൻ വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ പിൻതലമുറക്കാരായി വിശ്വകർമ്മ, അതായത് വിശ്വത്തെ കർമ്മീകരിച്ചെടുക്കുന്ന ഒരു സമുദായം രൂപപ്പെട്ടു വരികയും ആ സമുദായത്തിലൂടെ ഈ മയ, മനു, ത്വഷ്ട, വിശ്വജ്ഞ, ശില്പി ആചാര്യന്മാർ അതിലെ തൻ്റെ പരമ്പരകളെ സൃഷ്ടിക്കുകയും ആ പരമ്പരയിലൂടെ ഈ ശാസ്ത്രം ഒട്ടും ഒളിമങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതുമാണ്. ഒരു വിശ്വകർമ്മ സനാതന ധർമ്മ ആചാരി ആരായിരിക്കണം? ധർമ്മം എങ്ങനെയാണ് ആചരിക്കേണ്ടത്? നമുക്കറിയാം, പഞ്ചമഹാപാതകങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അതായത് മോഷണം, അതേപോലെ തന്നെ അസത്യം, അതേപോലെ തന്നെ നമ്മുടെ ജീവിതചര്യ, അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെ ആചരിക്കൽ, അനുഷ്ഠാനിക്കൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി പരിപാലിച്ചു കൊണ്ടായിരിക്കണം ഒരു ആചാര്യൻ മുന്നോട്ട് ജീവിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വകർമ്മജരെ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് നമ്മളോട് പറയുന്നത്. എന്തുകൊണ്ടാണ് വിശ്വകർമ്മജർ മറ്റുള്ളവർ അംഗീകരിക്കാത്തത്? വിശ്വകർമ്മജരായ നാം ആരെയെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ 18 ഗുരുക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 18 ഗുരുക്കന്മാരിൽ ആരെയെങ്കിലും അവരെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ നമ്മൾ സേവിക്കുന്നുണ്ടോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മനു ആചാര്യൻ, മയ ആചാര്യൻ, ഭൃഗു ആചാര്യൻ, നാരദാചാര്യൻ, വൈഷ്ണവത്തിലുള്ള വസുദേവാചാര്യൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആചാര്യന്മാർ നമുക്കുണ്ട്. ആചാര്യ പരമ്പരകളിൽ കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ ഈ ഒരു വിശ്വകർമ്മ പരമ്പര എന്ന് പറയുന്നത്. പക്ഷേ ആ ആചാര്യന്മാരെ പോലും നമ്മൾ മാനിക്കാതെ നമുക്കിഷ്ടം പോലെ, ഇത് വിശ്വകർമ്മ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് വിശ്വകർമ്മജരുടേതാണ്, ആ വാസ്തുശാസ്ത്രം ഞങ്ങൾ പറയും പോലെയാണ് ചെയ്യേണ്ടത് എന്നുള്ള തന്നിഷ്ടപ്രകാരമുള്ള പോക്ക്, അത് ആണ് നമ്മുടെ സമുദായത്തിന് കർത്തൃദോഷം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു.
ഇനി ഞാൻ ചെറിയൊരു ഉദാഹരണം അതിലേക്ക് പറയുകയാണ്. നമ്മൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വിശ്വകർമ്മ കുടുംബം ജീവിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മധുര ക്ഷേത്രം, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ, അങ്ങനെ ത്രയംബകേശ്വരം ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ അടുത്തൊക്കെ വിശ്വകർമ്മ പരമ്പരകളിൽ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളുടെയൊക്കെ ജീവിത രീതി നമ്മളൊന്ന് പോയി പഠിക്കേണ്ടതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു വിശ്വകർമ്മജർക്ക് ആ ജീവിത രീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. ഇല്ല എന്നൊന്നും പറഞ്ഞ് ഞാൻ വലിയ ആളാകാനൊന്നും ശ്രമിക്കുന്നില്ല. പക്ഷേ അത് എത്രത്തോളം ഉണ്ട്, ആരൊക്കെ അത് അനുഷ്ഠിച്ച് ജീവിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന്, ഇന്നൊരു താന്ത്രിക ആചാര്യൻ്റെ ഗൃഹത്തിൽ പോയി അയാൾക്ക് തൻ്റെ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ താന്ത്രികത്വം വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ അത് ഏൽപ്പിക്കുവാൻ ഒരാൾ തയ്യാറാകുന്നുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലെത്തി ആ ഗൃഹത്തിലുള്ള അന്തരീക്ഷം, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ആചരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുവാൻ വേണ്ടി അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ രീതിയിൽ, നമ്മുടെ സംസ്കാരത്തിൽ നമ്മളെ എത്ര പേർ ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിൽ ഈ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്? നമ്മുടെ ഗൃഹത്തിൽ വന്നു കഴിഞ്ഞാൽ ആരൊക്കെ നമ്മുടെ വാസ്തുശാസ്ത്രത്തെ നല്ല രീതിയിൽ ഉപയുക്തമാക്കിയ ഒരു ഗൃഹത്തിലാണ് അയാൾ താമസിക്കുന്നത്, കൊണ്ട് വാസ്തുശാസ്ത്രത്തെ ഞാനും അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളോട് പറയും. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലും അതീവമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം. ഓം വിരാട് വിശ്വബ്രഹ്മണേ നമഃ.